ഹോ, ആ ഇലയിലോട്ട് ഇങ്ങനെ പായസവും പപ്പടമൊക്കെ കൂടി ഇങ്ങനെ കുഴച്ച്, അതേപോലെ അതിൻ്റെ കൂടെ ലഡുവും ജിലേബിയും മൈസൂർ പാവൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവുക അല്ലേ? പക്ഷേ അതിനകത്തൊരു ചതി ഒളിച്ചിരിപ്പുണ്ട്. ഡയബറ്റീസ് വരാൻ വേറെ വഴി നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ഡയബറ്റീസ്? എടാ, ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലിന്റെ അളവ് ക്രമാതീതമായി ഉയരുമുണ്ടാവുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഇൻസുലിന്റെ അഭാവം മൂലമാണ് ഈ ഡയബറ്റീസ് വരുന്നത്. പ്രധാനമായും 2 തരം ഡയബറ്റീസ് ആണുള്ളത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസും, 2 ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസിനെ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിലെ ടി ലിംഫോസൈറ്റ്സ് അകാരണമായി നശിപ്പിച്ചു കളയുന്നു. അത് കാരണം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല? നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ അവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഇതിന് ഒരു പ്രതിവിധിയുള്ളൂ: ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസിനെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. 2 ടൈപ്പ് 2 ഡയബറ്റീസ്. ഇവിടെ പാങ്ക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ആവശ്യത്തിനുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് അത് വലിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സിന്റെ അഭാവം മൂലമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള കാരണം. ഇവിടെ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രതിവിധിയല്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിനെ ഇൻസുലിൻ ഇൻഡിപെൻഡന്റ് ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു. ഇത് വരാനുള്ള കാരണം നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, അതുപോലെ തന്നെ ഒബീസിറ്റി, നമ്മുടെ ഭക്ഷണ രീതികൾക്കുള്ള വ്യത്യാസങ്ങളൊക്കെയാണ്. അപ്പോൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ രീതി പ്രോപ്പർ ആക്കുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, മധുരങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയബറ്റീസിനെ ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിൽ നിർത്താം. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏകൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വിടുക. ബൈ ബൈ.